ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി. ഇത് വളരെ സിമ്പിളാണ്. അധികം ചേരുവകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അങ്ങനെയുള്ളൊരു മെഴുക്ക് പുരട്ടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. വളരെ വേഗം തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഒന്നുകൂടി ടേസ്റ്റ്. പക്ഷേ ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബീട്രൂട്ടും 2 സവോളയും കുറച്ച് പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. നമുക്കൊന്ന് നോക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. സവോള അങ്ങോട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ മെഴുക്ക് പുരട്ടി. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ചെറിയതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകണം. അപ്പോൾ തന്നെ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകോടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ ബീട്രൂട്ടൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ, ഞാനൊന്നും ചേർക്കുന്നില്ല. തീ കുറച്ച് വെച്ച് മൂടി വെച്ചൊന്ന് വേവിച്ച് വെച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കണം. ഒന്നുകൂടെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അടി പിടിക്കാതെ തിരികെ. വെള്ളം ഒട്ടും ഒഴിക്കണ്ട കേട്ടോ, ഇതിന് നല്ല ജലാംശമുണ്ട് ഈ ബീട്രൂട്ടിൻ്റെ അകത്ത്. നമുക്ക് കുറച്ച് കറിവേപ്പില അവിടെ ചേർക്കാം. നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ പച്ചമുളകിന് പകരം മുളക് പൊടി വേണേലും ഉപയോഗിക്കാം. ഞാൻ രണ്ടും ഉപയോഗിച്ചും ചെയ്യാറുണ്ട്.